486, 479, 472 എറ്റ്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ ഏറ്റവും വലിയ നെഗറ്റീവ് പദം ഏത്? സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ അരിത്മെറ്റിക് പ്രോഗ്രഷൻ. ഇതിൽ നമുക്ക് അവസാന പദം തന്നിട്ടില്ല. അവസാന പദം 0 എന്ന് സങ്കല്പിക്കുക. അപ്പോൾ 486, 479, 472 എറ്റ്സെട്ര 0. ഇതിലെ പദങ്ങളുടെ എണ്ണം കാണാൻ നമ്പർ ഓഫ് ടേംസ്. സൂത്രവാക്യം Tn - T1/D+1. Tn എന്ന് പറഞ്ഞാൽ അവസാന പദം, അത് 0 കുറയ്ക്കണം. T1 ആദ്യ പദം, അത് 486 ഡിവൈഡഡ് ബൈ D പറഞ്ഞാൽ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ്. അത് കാണാൻ നമ്മൾ രണ്ടാം പദത്തിൽ നിന്ന് ആദ്യ പദം കുറച്ചാൽ മതി. 479 486 കുറച്ചാൽ -7 കിട്ടും, +1. 0 നിന്ന് 486 കുറച്ചാൽ -486 ബൈ -7 +1. നെഗറ്റീവ് ഹരിക്കുമ്പോൾ പോസിറ്റീവ് ആവും. 486നെ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ല. നമുക്ക് അതിൻ്റെ ഏകദേശ വില 69.4 എടുക്കാം. +1 കൂട്ടിയ 70.4. ഇത് പദങ്ങളുടെ എണ്ണമാണ്. ഈ പദങ്ങളുടെ എണ്ണം ഒരിക്കലും ദശാംശ സംഖ്യ വരില്ല, പൂർണ്ണസംഖ്യയായിട്ട് കിട്ടണം. ഇങ്ങനെ വരാൻ കാരണം എന്താ അറിയോ? നമ്മൾ 0 അവസാന പദമായിട്ട് എടുത്തത് കൊണ്ടാണ്. ഇതെന്ന് മനസ്സിലായി. എന്ത്? 0 ഈ പ്രോഗ്രഷനിലെ പദമല്ല. അപ്പോൾ നമുക്ക് 0 എടുക്കുമ്പോൾ എന്ത് കിട്ടി? 70.4. അതായത് 70 കഴിഞ്ഞു, എന്നാൽ 71ലേക്ക് എത്താൻ പോണു. അപ്പോൾ 71ാം പദം മുതൽക്ക് എന്ത് സംഭവിക്കും? ഇതിൽ നെഗറ്റീവ് സംഖ്യകൾ വരാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ 0 വന്നതുകൊണ്ട് 71ാം പദമായിരിക്കും എന്ത്? ഏറ്റവും വലിയ നെഗറ്റീവ് പദം. അപ്പോൾ 71ാം പദം കണ്ടാമെന്ന് നമ്മൾ. അപ്പോൾ n-ാം പദം കാണാൻ സൂത്രമാക്കി എഴുതി. A + n-1 T 71. പദം കാണുക. A എന്ന് പറഞ്ഞാൽ ആദ്യ പദം എത്രയാണ്? 486 + n-1 എന്ന് പറഞ്ഞാൽ 71. 71 - 1 ഇൻറ്റു D നമ്മളിവിടെ കണ്ടുപിടിച്ചത് എത്രയാണ്? -7. 486 + 71 കുറച്ചാൽ 70 ഇൻറ്റു -7. 486 പ്ലസ് ഇത് ഗുണിച്ചാൽ -490 വരും. 486 -490 കൂടി കൂട്ടുമ്പോൾ വലുതെന്ന് ചേർത്ത് കുറച്ച് വലിയ സംഖ്യയുടെ ചിഹ്നം. ഇത് കുറയ്ക്കുമ്പോൾ 4 വരും. ഇതിൽ വലിയ സംഖ്യ 490. ഉത്തരം -4.